എന്താണ് ചാൻഡ് സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത? ഇത് ആദിമകാലത്തുള്ള പ്രത്യേക മൊണാസ്റ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ അവർ പാടിക്കൊണ്ടിരുന്നതാണ് സങ്കീർത്തനം. എന്താ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? സങ്കീർത്തനത്തിന് പ്രത്യേകമായിരിക്കുന്നതായ ഒരു മെട്രിക് സ്ട്രക്ചർ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യതാളം പിടിക്കാൻ പറ്റുകയാണ്. അൻപുടയോനെ നിൻവാതിൽ മുട്ടുന്നു ദാസർ നാദം കണ്ടോ, 4 ബീറ്റിൽ തീരും. എന്നാൽ സങ്കീർത്തനത്തിൽ അത് പറ്റുകയില്ല. ഭീകരവാരിനിധിക്കെതിരായി ദൈവം നടകൊണ്ടു, മുങ്ങിപ്പോമെന്നോർത്തോര് ഇസ്രായേൽ വാരിധിയിൽ കര കണ്ടു. മിസ്രൈമ്യരഥങ്ങളെ ഉടനടിയാഴി വിഴുങ്ങി, അത്യുന്നതനിടയോൻ തൻ പ്രബലകരത്താൽ കുതിരപ്പട്ടാളത്തിനു വാരിധി കല്ലറയായി. എവിടെ ഹൈഫൻ വരുന്നു അവിടെ കൊണ്ടുവന്ന് നിർത്തുക. ചാൻഡാണ്. പക്ഷേ എൻ്റെ ആത്മാവനിൽ സോൾ എന്ന് പറയുന്നത് പ്രൈസസ് ആണ്. എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ കീർത്തിക്കുക, ദൈവത്തെ പ്രകീർത്തിക്കുക. അതിന് വാക്കുകളിലൂടെ പ്രത്യേകമായിരിക്കുന്നതായ മെഷർമെൻറ്റിലല്ല ഈ ആരാധന എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ചാൻഡ് മനസ്സിലായോ? ഈ സങ്കീർത്തനം നമ്മൾ നോക്കിയ വേദപുസ്തകത്തിൽ യഹോവനിടയനാകുന്ന മുട്ടൻ, അത് ഹീബ്രു നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. മെട്രിക്കൽ സ്ട്രക്ചർ ഇല്ലാത്ത സംഗീതമുള്ള ഗ്രൂപ്പായി ആലപിക്കുവാൻ കഴിവുള്ള ഒന്ന്. അപ്പം അതിൻ്റെ പ്രത്യേകത ആരോഹണ അവരോഹണം എന്ന് പറയുന്നത് 3-4 നോട്ടുകളിലേ കാണൂ. സരിഗമ പതിനീസ അങ്ങ് പോവും. അങ്ങ് പോയി പാടുന്നത് ഇതിനകത്ത് വരികയില്ല. അങ്ങനെ പാടിയാൽ ഒരു സമൂഹത്തിന് പാടാൻ പറ്റാതെ വരും. ഇതാണ് സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത. ഹല്ലേലൂയ അതിലൊന്നും ഇതിനകത്ത് വരികയില്ല. ഇതിനകത്ത് ഭീകരവാരിനിധിക്കെതിരായ ദൈവം നിന്റെ നിർമ്മലയ സഭ കണ്ടപ്പോൾ. ഏത് അപ്പച്ചനും അമ്മച്ചിക്കും കുഞ്ഞുമക്കൾക്കും മധ്യവയസ്കർക്കും പാടാവുന്ന സുന്ദരമായിരിക്കുന്ന 2-3 നോട്ടുകളിൽ കൂടിയുള്ളതായ ഒരു മൂവ്മെൻ്റാണ് ചാൻഡിനുള്ളത്. അപ്പോൾ ചാൻഡ് മനസ്സിലായോ? അപ്പോൾ നിങ്ങളിപ്പോൾ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ചാൻഡായിട്ട് ഉപയോഗിക്കാം. സങ്കീർത്തനങ്ങളാലും കീർത്തനങ്ങൾ, അതിന് കീർത്തനം എന്നല്ല, അതിന് വേദപുസ്തകത്തിൽ കിടക്കുന്നത് സ്തുതികളെന്നാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും. സ്തുതി എന്ന് പറയുന്നതാണ് ഹിംസ് എന്ന് പറയുന്നത്. ഹിം എന്ന് പറയുന്നതിന് കീർത്തനം എന്ന് തന്നെയാണ്. എന്താ? പ്രകീർത്തിക്കുക, പ്രൈസ് ചെയ്യുക. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിലെല്ലാം കീർത്തനങ്ങളാണ്. അപ്പോൾ ത്യാഗരാജൻ എഴുതുന്നതെല്ലാം രാമഭക്തനാണ്. അദ്ദേഹം എഴുതുന്ന എല്ലാം ശ്രീരാമനെ പ്രകീർത്തിക്കുന്നതായ രാമഭക്തി ഗാനങ്ങളാണ്. എന്നാൽ മുത്തുസ്വാമി എഴുതുന്ന മുഴുവൻ ഗണപതി ഭഗവാനെ കീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതുന്നത്. ഇവരെല്ലാവരുടെ പേര് ഗുരു ഗുഹ എന്ന് കണ്ടു കഴിഞ്ഞാൽ മുത്തുസ്വാമിയുടെയാണ്. മറ്റേത് ത്യാഗരാജനുദ എന്ന് കണ്ടു കഴിഞ്ഞാൽ ത്യാഗരാജന്, അതെല്ലാം രാമഭക്തന്മാരാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കീർത്തനത്തിൽ ആരെയാ പ്രകീർത്തിക്കുന്നത്? വിശുദ്ധ തൃത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, പുത്രനെ അവതാരം ചെയ്ത പുത്രനെ പ്രകീർത്തിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതായ പാട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ സോൾ എന്ന് പറയുന്നതും പ്രൈസസ് ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ല. പിന്നെയോ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നമുക്കെന്താ കാര്യം? നമുക്കറിയാവുന്ന കാര്യമല്ലേ. നമുക്ക് നമ്മുടെ കാര്യം, എനിക്കൊരു വീട് വെക്കണം, നമ്മുടെ കാര്യമാണ്. കൊച്ചിനെ കെട്ടിച്ച് വിടണം, നമ്മുടെ കാര്യമാണ്. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഓക്കെ, എനിക്കൊരു കപ്പം പിടിക്കണം, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിനകത്ത് വരില്ല. പിന്നെയോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ നമ്മുടെ ഭാരതീയ സംഗീതത്തിൻ്റെ പ്രത്യേകതയുള്ള കീർത്തനങ്ങൾ, ദൈവത്തെ പ്രകീർത്തിക്കുന്ന കീർത്തന ശബ്ദങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സോങ് എന്ന് പറയുന്നതിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ആത്മീക ഗീതങ്ങൾ. കൺവെൻഷനിൽ ഇരുന്ന് കൈയടിച്ച് പാടുന്നത്, അവിടെയാണ് ഞാനും എൻ്റെയും എന്നുള്ളതായ ആശയങ്ങൾ വരുന്നത്. അവിടെ ഗ്രൂപ്പിൻ്റെ പ്രസക്തിയില്ല. അങ്ങനെ ഈ പെരിഫറലായിട്ട് നമുക്ക് പാടാൻ തക്കവണ്ണം ഉള്ളതായ പാട്ടുകളാണ്. ഇത് രണ്ടും ഹൃദയത്തിൽ തട്ടിപ്പാടി വരുന്നതാണ്. മറ്റത് ഒരു സമൂഹത്തിൽ ഒരുമിച്ച് നിന്ന് സന്തോഷിച്ച് പാടുവാനുള്ളതായാണ് ഗീതങ്ങൾ എന്ന് പറയുന്നത്. മാർത്തോമാ സഭയിലും CSA സഭയിലൊക്കെ പോയാൽ അവർക്ക് പാടാനുള്ളത് ഒരു 2 ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്രീ കീ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ കീർത്തനങ്ങൾ,
ഗീ എന്ന ക്രിസ്തീയ ഗീതങ്ങൾ. ഇപ്പോൾ 2 കാറ്റഗറിയിൽ പാഠപുസ്തകത്തിൽ ഇത്രാമത്തെ നമ്പർ നമ്മുടെ അപ്പാണ്. കീർത്തനവും ഗീതവും 2 കാറ്റഗറി ആയിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇത് പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ 4-ാം നൂറ്റാണ്ടിലുണ്ടായതായ പിതാക്കന്മാര് രചിച്ചതായ കവനം ചെയ്തതായ മനോഹരമായ പാട്ടുകൾ നമ്മുടെ സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ് പിതാവുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാമോ? സുറിയാനി സഭയുടെ യാക്കോബ്, വാലായി, ശമഊൻ, കൂക്കോയോ എന്ന് കേട്ടിട്ടുണ്ടോ? കൂക്കോയോ, സേവേറിയോസ് എന്ന് കേട്ടിട്ടുണ്ടോ? അന്ത്യോക്യയിലെ സേവേറിയോസിലെ മാനീസ എന്നൊക്കെ പറയാം. ശരി, ഈ പിതാവിനെയാണ് സഭ ഏറ്റവും കൂടുതലായി ആദരിക്കേണ്ടത്. കാരണം അദ്ദേഹം രചിച്ചിട്ടുള്ളതും അദ്ദേഹം കൈമുതലായി കൊടുത്തതുമായ പിന്നീട് വന്നതായ ശിഷ്യന്മാരാൽ അവർക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ പിതാവിൽ നിന്നാണ്. അദ്ദേഹം രചിച്ചു വെച്ചിട്ടുള്ളതായ കവിതകളാണ് സുറിയാനി സംഗീതത്തിൻ്റെ ഏറ്റവും നിക്ഷേപം എന്ന് പറയുവാനുള്ളത്. അപ്പോൾ നമ്മൾ ആരെയാണ് ഓർക്കേണ്ടത്? വിശുദ്ധനായ അപ്രേമിനെ അദ്ദേഹം രചിച്ചിട്ടുള്ളതായ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, കവിതകൾ ഹിന്നടിയായിട്ടാണ്, പ്രോസഡിയായിട്ടൊക്കെ കൂടുതൽ ഹിന്നടിയായിട്ട് കവിയായിരുന്നു വിശുദ്ധനായ അപ്രേമിൻ്റെ കവിതകൾ.